ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. സ്പീഡിൽ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടുമല്ല, ചിലവർക്കൊക്കെ എപ്പോഴും ഇത് കേൾക്കുമ്പോൾ ഒരു ബോറായിരിക്കും. അപ്പം പിന്നെ സ്പീഡിൽ അങ്ങ് പറഞ്ഞു പോകാമല്ലോ എന്ന് ഓർത്തിട്ടാട്ടോ. അപ്പൊ ഏതായാലും നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അങ്ങനെ നമ്മുടെ ഗോമതിയുടെ അമ്മ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ രഹസ്യം എന്താണ്? അതിപ്പോ ആർക്കും അറിയത്തില്ല ആ രഹസ്യം എന്താണെന്ന്. എന്തോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതും ആ ഒരു പ്രമാണവുമായി എന്തോ ബന്ധമുണ്ട്. അപ്പൊ എന്താ ഇരിക്കും ആ ഒരു ബന്ധം? അതൊക്കെ എല്ലാവർക്കും അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട്, ആകാംക്ഷ ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. ഏതായാലും ഇനിയിപ്പം നാളെ ആ ഒരു ബന്ധം എന്താണെന്നൊന്നും നമ്മൾ അറിയാൻ പോകുന്നില്ല കേട്ടോ. അടുത്ത ആഴ്ചയിലെ വിശേഷവുമായിട്ട് ഞാൻ വരും. അപ്പൊ അതിനകത്ത് ആ ബന്ധം എന്താണ് നമ്മുടെ ഗോമതിയുടെ അമ്മ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു വലിയ രഹസ്യം, അത് പ്രമാണമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്നൊക്കെ ഞാൻ പറയാമേ. അപ്പൊ നാളത്തെ കഥയിലെ കാണിക്കുന്ന പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ആകാശിനെ ഫോൺ വിളിക്കുകയാണ് വീണ്ടും മീനാക്ഷിയുടെ അച്ഛൻ. വീണ്ടും നമ്മുടെ ബാലനിട്ട് പണി കിട്ടാൻ പോവാണ്. അപ്പൊ ആകാശിനെ ഫോൺ വിളിക്കുന്നത് വേറൊന്നിനുമല്ല, നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ ആകാശിന് വേണ്ടി ഒരു ഡ്രൈവറെ ഏർപ്പാടാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ആ ഡ്രൈവർ അങ്ങോട്ടേക്ക് ചെല്ലുന്നു, നമ്മുടെ ആകാശിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നു. അപ്പൊ അതാണ് ഇനിയിപ്പം നടക്കാൻ പോകുന്ന നാളത്തെ പ്രധാന സംഭവം. അപ്പൊ അങ്ങനെ നമ്മുടെ ആകാശാണെങ്കിൽ ഗോമതി സ്റ്റോഴ്സിൽ ജോലിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഓരോരോ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. അവിടെ നമ്മുടെ ധർമ്മനുണ്ട്, രാമേട്ടനുണ്ട്, അതുപോലെ തന്നെ ബാലനും ഉണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് ഫോൺ വരുന്നത്. ഫോൺ വരുമ്പോ തന്നെ നമ്മുടെ ബാലൻ ഒന്ന് നോക്കുന്നുണ്ട് ആകാശിനെ. ഫോൺ എടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഏതായാലും നമ്മുടെ ആകാശ് ഫോൺ എടുത്തിട്ട് എന്താ അച്ഛാ ഇപ്പം വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ ഈ അച്ഛാ വിളി കേൾക്കുമ്പോ അറിയാലോ, നമ്മുടെ ബാലനെ അച്ഛാന്ന് വിളിക്കും. അപ്പം ബാലനെ അല്ലാതെ വേറെ പിന്നെ ആരെ അച്ഛാന്ന് വിളിക്കാനുള്ളത്? നമ്മുടെ മീനാക്ഷിയുടെ അച്ഛനെ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അച്ഛാന്ന് വിളിച്ച ഉടനെ തന്നെ നമ്മുടെ ബാലനൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ പറയാ, അത് പിന്നെ മോനെ, ഞാനിപ്പം വിളിച്ചത് വേറൊന്നിനും അല്ല, എനിക്കറിയാം മോന് തിരക്കാണെന്ന്, എങ്കിലും ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. നമ്മൾ വണ്ടി വെറുതെ മേടിച്ച് വീട്ടിലിട്ടാ പോരല്ലോ, അത് ഓടിക്കും കൂടെ വേണ്ടേ? നിങ്ങൾക്കൊരു സമ്മാനം തന്നിട്ട് അത് നിനക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ പിന്നെ ആർക്കും ഉപകാരപ്പെടാനാ? അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. ഞാൻ ഇവിടെ നിന്ന് ഒരു ഡ്രൈവറിനെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അപ്പം കുറച്ച് സമയം, ഒരു 1-2-3 മണിക്കൂർ, ഒരു ദിവസം 1-2 മണിക്കൂർ മോന് ഈ ഒരു ടൈം മാറ്റി വെച്ച് ഡ്രൈവിംഗ് പഠിക്കണമെന്ന്. അപ്പോഴേക്കും ഇത് കേട്ടപ്പോ തന്നെ ആകാശ്, അയ്യോ അച്ഛൻ എന്തിനാ ഇപ്പൊ ഡ്രൈവറിനെ ഇങ്ങോട്ട്? മോൻ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാനിത് നേരത്തെ തീരുമാനിച്ചതായിരുന്നു. ആദ്യമൊക്കെ ഓർത്തത് മോന് ഡ്രൈവിംഗ് അറിയായിരിക്കുമെന്നാ. പക്ഷെ മോന് ഡ്രൈവിംഗ് അറിയില്ല എന്ന് മോൻ പറഞ്ഞപ്പോ മുതൽ ഞാൻ വിചാരിച്ചതാ, ഈ ആണുങ്ങൾ ഈ സമയത്തൊക്കെ, ഈ കാലത്തൊക്കെ ഡ്രൈവിംഗ് അറിയത്തില്ലെന്ന് പറഞ്ഞത് വലിയ നാണക്കേടാണെന്നേ. ഒരു ബൈക്കൊക്കെ ഓടിച്ചോണ്ട് നടന്നാ പോരല്ലോ, സ്വന്തം കാറ് നമ്മൾ തന്നെ ഓടിക്കണ്ടേ? എന്നും എപ്പോഴും ആര്യനെ വിളിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോണെങ്കിൽ? മീനാക്ഷിക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഓഫീസിൽ പോണെങ്കിൽ അത് പോട്ടെ, നിങ്ങളുടെ കുടുംബത്തിന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എവിടെയെങ്കിലും പോണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലൊക്കെ പോണെങ്കിൽ പെട്ടെന്ന് ഒരാൾ വേണ്ട എടുത്തുകൊണ്ട് പോകാൻ സ്വന്തം വണ്ടി സ്വന്തമായിട്ട് ഓടിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ആരുടെ ഹെൽപ്പൊന്നും മോൻ ചോദിക്കാൻ പോകണ്ട. മോനെ ഞാൻ അങ്ങോട്ടേക്ക് ഒരു ഡ്രൈവറിനെ പറഞ്ഞു വിടുന്നുണ്ട്, പുള്ളിക്കാരൻ പഠിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. ഏതായാലും സന്തോഷത്തോടു കൂടി ഫോണൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രാമേട്ടൻ ചോദിച്ചു, എന്താ ആകാശേന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ അച്ഛനെ അവിടെ നിന്ന് ഒരു ഡ്രൈവറിനെ പറഞ്ഞു വിടുന്നുണ്ട്, എന്നെ ഓടിക്കാൻ പഠിപ്പിക്കാനേ. ഇത് കേട്ടത് നമ്മുടെ ബാലന് വന്ന ദേഷ്യം എന്ന് പറഞ്ഞാൽ പെരുവിരല് തൊട്ട് എപ്പോഴും ഞാൻ പറയുന്ന ഓരോ ഉച്ച വരെ ഇങ്ങനെ പെരുത്ത് കീറി. എന്തെങ്കിലും പറയാൻ പറ്റുമോ? കട്ടിച്ചു പിടിച്ചിരിക്കുകയാണ്. അപ്പം ധർമ്മം പറഞ്ഞു, അതിനിപ്പോ നീ എന്തിനാ ഡ്രൈവിംഗ് പഠിക്കുന്നത്? അതും ഈ സമയമില്ലാത്ത നേരത്തെ ഡ്രൈവിംഗ് പഠിക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ പോട്ടെ, അതിപ്പോ അവര് പ്രത്യേകിച്ച് പറഞ്ഞയക്കേണ്ട കാര്യമുണ്ടോ? ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്നിട്ടുണ്ട്, അവര് 1 മണിക്കൂറോ വല്ലതും അവര് പഠിപ്പിക്കൂലോ. അതിനിപ്പോ പ്രത്യേകിച്ച് അവിടെ നിന്ന് ഒരാളെ പറഞ്ഞു വിടുക, പഠിപ്പിക്കുക, അതിന്റെയൊക്കെ കാര്യമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പം, അത് പിന്നെ മാമനോട് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. അവര് വിടുക എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് അങ്ങനെ വിടണ്ടെന്ന് പറയാൻ പറ്റുമോ? അത് മാത്രമല്ല, ഞാൻ ഡ്രൈവ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് തന്നെ സത്യത്തില് നാണക്കേടായ കാര്യമാണ്. ഈ പ്രായത്തിലുള്ള എല്ലാ ആണുങ്ങളും ഡ്രൈവിംഗ് ഒക്കെ അറിയാം. ഇപ്പൊ എനിക്ക് മാത്രമാണ് ഡ്രൈവിംഗ് അറിയാത്ത. അതെന്ത് ചെയ്യാനാ? എന്തെങ്കിലും പഠിപ്പിക്കാൻ വിടണ്ടേ? ഇവിടെ ഏത് നേരം ഈ പലചരക്ക് കടയിൽ കെട്ടിക്കിടക്കാനല്ലേ സമ്മതിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു അതും ഇതുമൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ധർമ്മം പറഞ്ഞു, അതെ മോനെ, നീ നിർത്ത്, അതിര് കടക്കരുത്. മതി, നീ കൂടുതൽ സംസാരിക്കണ്ട, നീ നിർത്ത്, മതി നീ പറഞ്ഞത്. നീയേ ഇരിക്കുന്ന കൊമ്പാ മുറിച്ചോണ്ടിരിക്കുന്നത്, അത് നീ മനസ്സിലാക്കണം. ഓഹോ, അപ്പം ധർമ്മം മാമനും മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ചേർന്ന് എന്നെ ആ കണ്ണിലല്ലേ കാണുന്നത്?
അപ്പോഴത്തേക്കാണ് രാമേട്ടൻ പറഞ്ഞു, മോനെ അങ്ങനെ ഉദ്ദേശിച്ചല്ല മോനെ നിന്നോട് ആരോടും പറയുന്നത്, നിന്നോട് അസൂയ കൊണ്ടോ കുശുമ്പ് കൊണ്ടോ ഒന്നും അല്ല പറയുന്നത്. രാമേട്ടൻ എന്നോട് കൂടുതലൊന്നും സംസാരിക്കാൻ വരണ്ടെന്നും പറഞ്ഞു നമ്മുടെ ആകാശം. സത്യം പറഞ്ഞ ആകാശത്തിന്റെ ഈ മാറ്റം രാമേട്ടൻ മുതല് എല്ലാവർക്കും അറിയാം. കാരണം ആകാശിന് ഒരു നല്ലൊരു മാറ്റം ഉണ്ടല്ലോ. ഇപ്പൊ ആകാശിന് ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഗോമതി സ്റ്റോറും കൊണ്ട് മാത്രമല്ല തനിക്ക് ജീവിക്കാൻ പറ്റുന്നത്, തന്റെ ഭാര്യയുടെ വീട്ടുകാരുടെ സഹായം കൂടെ ഉണ്ടെങ്കിൽ തനിക്ക് ജീവിക്കാൻ കഴിയും എന്ന ഓവർ കോൺഫിഡൻസ് നമ്മുടെ ആകാശിന് കയറി പിടിച്ചിട്ടുണ്ട്. അത് ആപത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത് എന്ന് നമ്മുടെ ധർമ്മൻ പറഞ്ഞതിലും അർത്ഥമൊക്കെ ഉണ്ട്. പിന്നെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യം ഒക്കെ ആണല്ലോ ഇങ്ങനെ ഭാര്യ വീട്ടിൽ പോവുക, അവരുടെ സഹായമൊക്കെ മേടിക്കുക. അതിപ്പം അത് വലിയ കുറച്ചിലായിട്ടൊന്നും ആരും കാണണ്ട. എന്തെങ്കിലും ആട്ടെ, കഥയിൽ ചോദ്യം ഇല്ലെന്ന് പറയുന്ന പോലെ ഞാനും അത് കൂടുതൽ ചിന്തിക്കുന്നില്ല, കാട് കിടക്കുന്നില്ല. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആര്യനും മിത്രയും വീണ്ടും ആകെ മൊത്തം കൺഫ്യൂഷനിൽ തന്നെയാണ് ഉള്ളത്. അപ്പം ആര്യനും മിത്ര ആര്യനെയും കൂടെ പേടിപ്പിച്ച് നിർത്തുകയാണ് കേട്ടോ. കാരണം എന്ത് ചെയ്യും, നമ്മൾ പോലീസിൽ കീഴടങ്ങിയില്ലെങ്കിൽ, പോലീസിനോട് വിവരം പറഞ്ഞില്ലെങ്കിൽ ശരിയാവോ, ഇനിയിപ്പോൾ അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ നമ്മളത് അറിയണ്ടേ, അപ്പോഴല്ലേ നമുക്ക് ആശ്വാസമാകത്തുള്ളൂ. ഇതിപ്പോ ഒരു രാത്രി പോലും സമാധാനമായിട്ട് കിടന്നുറക്കാൻ പറ്റുന്നില്ല ആര്യ എന്നൊക്കെ പറയണം. അപ്പൊ ആര്യന്റെ കോൺഫിഡൻസ് കൂടി കളഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മിത്രയുടെ ആര്യന്റെ കാര്യം പറഞ്ഞാൽ കുറച്ച് കഷ്ടമുണ്ട്. അവരെ സീന് കാണാനേ നമുക്ക് തോന്നത്തില്ല. അത് എനിക്ക് മാത്രമാണോന്ന് അറിയില്ല, ഞാൻ എന്റെ കാര്യം കേട്ടോ പറയുന്നത്. നിങ്ങൾ ചിലപ്പം മിത്രയുടെ ഫാൻസ് ആയിരിക്കാം, ആര്യന്റെ ഫാൻസ് ആയിരിക്കാം. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ കാണുന്നു, വിലയിരുത്തുന്നു, എനിക്ക് തോന്നിയ കാര്യമാണ്. ഇവരുടെ ഒരു സീൻ തന്നെ പിന്നെ അങ്ങോട്ട് കൂടുതലായിട്ട് ഒരു സീൻ തന്നെ കാണിച്ചു വിടുകയാണ് ഇവരുടെ അല്ലേ. അപ്പൊ ഇതെല്ലാം അതവിടെ നിൽക്കട്ടെ. പിന്നെ നമ്മുടെ ദേവിയുടെ സീൻ തന്നെയാണ്. അപ്പൊ ദേവിയാണെങ്കിൽ നമ്മുടെ മീനാക്ഷി കൊണ്ടുവന്ന കാർ എങ്ങനെ അവിടുന്ന് പറഞ്ഞയക്കാന്നൊക്കെ ഇങ്ങനെ തത്രപ്പാടിലാണല്ലോ. അപ്പൊ ഇതിനിടയിൽ ഗോമതിയോട് ഒരുപാട് കാര്യങ്ങൾ പറയുകയും ഗോമതിനെ എരിവ് കയറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു കാർ ഇവിടെ കൊണ്ടുവന്നത് എന്തിനാ, നമ്മളെ നാണം കെടുത്താൻ വേണ്ടി തന്നെയല്ലേ, അച്ഛൻ ഈ കാർ ഇവിടെ വെച്ചേക്കുന്ന ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം, അച്ഛൻ അമ്മയോട് പറഞ്ഞതല്ലേ ഇതിവിടുന്ന് എടുത്തു വിടണമെന്ന്. അപ്പോഴത്തേക്കാണ് അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ആകാശ് ഡ്രൈവിംഗ് പഠിക്കാൻ പോകാനൊക്കെ വേണ്ടി അങ്ങോട്ടേക്ക് വരുന്നുള്ള വിവരം അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ ഗോമതി. അപ്പം ഗോമതി ഈ കാര്യം ദേവിയോടും പറഞ്ഞു. അത്രയ്ക്കാവില്ലല്ലോ, അങ്ങനെ ഒരു ഡ്രൈവറിന്റെ കൂടെ ഈ വണ്ടിയിൽ ഡ്രൈവിംഗ് പഠിക്കാൻ അങ്ങനെ പോകണ്ടമ്മേ, അങ്ങനെ വിടേണ്ട കാര്യമില്ല. നമുക്ക് എപ്പോഴും ദേവമംഗലത്തെ ആകാശം തന്നെ ആയിരിക്കണം, അല്ലാതെ അവരുടെ ആകാശമാകേണ്ട ഒരു കാര്യവും ഇല്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഈ അഹങ്കാരത്തിന് ഒരു വഴിയേ ഉള്ളൂ അമ്മേ, നമുക്ക് ഈ കാറ്റ് അങ്ങോട്ട് കുത്തി അങ്ങോട്ട് വിടാം, ഇതല്ലാതെ വേറൊരു മാർഗവുമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മോളെ നീ എന്താ ഈ പറയുന്നത്, അമ്മയിങ്ങ് വാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതിനെ വിളിച്ചോണ്ട് ദേവി ഒരു പോക്ക് പോവാണ് കേട്ടോ. എന്നിട്ട് ടയറിന്റെ അടിയിൽ കയറി കിടക്കുന്നു. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഗോമതി പറയുന്നുണ്ട്, മോളെ നീ എന്താ ഈ കാണിക്കുന്നത്, കാറ്റഴിച്ച് വിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാ ശരിയാകുന്നത്, അതൊന്നും ശരിയാവില്ല മോളെ ഞാൻ കാല് പിടിക്കാം മോളെ, വേണ്ട മോളെ, ഇതൊക്കെ വലിയ പ്രശ്നത്തിലേ ചെന്ന് അവസാനിക്കത്തുള്ളൂ. അമ്മ അങ്ങ് മാറി നിന്നേ, ഇതല്ലാതെ വേറെ ഒരു പോംവഴിയില്ല. അമ്മയ്ക്ക് മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യമില്ലല്ലോ ആകാശിനോടും അതുപോലെ മീനാക്ഷിയോടും, അച്ഛനും അതിനുള്ള ധൈര്യമില്ല. ഈ ദേവി ആരാണെന്ന് എല്ലാവർക്കും കാണിച്ചു തരാം. ഒരിക്കലും ഈ ദേവമംഗലത്തെ അച്ഛനെയും അമ്മയും ഒന്നും വിഷമിപ്പിക്കാൻ ഈ ദേവി സമ്മതിക്കത്തില്ല. ഈ ദേവമംഗലം എന്നും ദേവമംഗലം തന്നെ ആയിരിക്കണം. ഇവിടുത്തെ മൂന്നാമക്കളും എന്നും ഈ വീട്ടിൽ നിൽക്കണം. അതല്ലേ അമ്മയ്ക്കും അച്ഛനും വേണ്ടത്. അപ്പൊ പിന്നെ ഇതുപോലെയുള്ള കുറച്ച് പൊടിക്കൈയൊക്കെ ചെയ്യണം, ഇല്ലെങ്കിലേ കളി മാറും, കളിയെ വേറെ ലെവലായി പോകും എന്നൊക്കെ പറഞ്ഞ് ആ കാറ്റ് കുത്തി വിടുകയാണ് കേട്ടോ നമ്മുടെ ദേവി. പറയാനുണ്ടോ നമ്മുടെ ദേവിയോട് ആ കളി. ഏതായാലും ദേവിക്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് കൂടുതലായതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലനും ഗോമതിക്കും ചെറിയ സമാധാനം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും ബാലന്റെ കൂടെ നിൽക്കും, പിന്നെ ഗോമതി ബാലന്റെ കൂടെയാന്ന് പറയണ്ട. പക്ഷെ ഗോമതിക്ക് ഒരു സ്വഭാവമുണ്ട്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം ഗോമതി ബാലന്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബാലൻ വന്ന് രണ്ട് സഹതാപം പറയുമ്പോ എന്ത് ചെയ്യും, അയ്യോ ബാലേട്ടാ കരയില്ലേ ബാലേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട്, സാധാരണ എല്ലാ ഭാര്യമാരും അങ്ങനെയൊക്കെയാണ്. അപ്പൊ അങ്ങനെയായി പോകും. ഏതായാലും ഇതും അങ്ങനെയായി പോകുമോ, ഇനിയിപ്പം സത്യം നമ്മുടെ ദേവിയാണ് തുറന്നു വിട്ടതെന്ന് ഗോമതിയുടെ വായിന്ന് തന്നെ വീഴുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുന്ന ആളെ ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് വിശേഷം അവസാനിക്കുന്നത്. പിന്നെ വേറൊരു സീനും കൂടെ കാണിക്കുന്നുണ്ട്, നമ്മുടെ മീനാക്ഷിയുടെ അച്ഛന്റെ അമ്മയുടെ, കാരണം അവര് തമ്മിൽ സംസാരിക്കുന്ന സീനാണ് കേട്ടോ. അത് ആകാശനെ എങ്ങനെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ആകാശനെ പുകഴ്ത്തി പറയുകയും ആകാശനോട് സ്നേഹം കാണിക്കുകയൊക്കെ ചെയ്യുന്നത്. മീനാക്ഷി എങ്ങനെയെങ്കിലും തിരിച്ച് വീട്ടിലെത്തണം, ആകാശ് എങ്ങനെയെങ്കിലും തിരിച്ച് വീട്ടിലെത്തണം. എവിടെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥയ്ക്കകത്ത് വർഷേനെയും ശ്രീകാന്തിനെയും കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ലേ ആര്, നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയും. അപ്പൊ ആ ഒരു ട്രാക്കിലാണ് കേട്ടോ
നമ്മുടെ മീനാക്ഷിനെയും ആകാശിനെയും കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഇവിടെ നിൽക്കട്ടെ, എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വിശേഷവുമായിട്ട് കാണാം കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കരുത്, അടുത്ത വിശേഷമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ്. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിക്കണം കേട്ടോ. അപ്പൊ ടാറ്റാ, ബൈ ബൈ.